സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി FM-ലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 12, കൊല്ലവർഷം 1201, മിഥുനം 28, ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോക ജനസംഖ്യാ ദിനാചരണം 2026 സംഘടിപ്പിച്ചു. രാജ്യത്ത് ആണവ വൈദ്യുതി ഉൽപാദനം കുതിക്കും. നേമം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളുടെയും സ്റ്റേഷന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. സ്കൂളുകളിൽ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അധ്യാപകർക്ക് ശമ്പളമില്ല. സോളാർ വൈദ്യുതി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികം. വാർത്തകൾ വിശദമായി. ലോക ജനസംഖ്യാ ദിനാചരണം 2026 സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാല പോപ്പുലേഷൻ റിസർച്ച് സെന്റർ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ, സരസ്വതി ഹോസ്പിറ്റൽ, പാറശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയും വിജയകരമായി നടന്നു. പരിപാടി കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ SK അജയകുമാർ വിശിഷ്ട അതിഥിയായിരുന്നു. ഡോക്ടർ രചിച്ച പ്രമേഹത്തിന്റെ പാദസ്പർശം വൈസ് ചാൻസലർക്ക് കൈമാറി. രാജ്യത്ത് ആണവ വൈദ്യുതി ഉൽപാദനം കുതിക്കും. ഓസ്ട്രേലിയ തരും യുറേനിയം. ആണവ വൈദ്യുതി 100 ജിഗാവാട്ട് ലക്ഷ്യം. പ്രതിരോധ സുരക്ഷാ ഊർജ്ജ സഹകരണം. ആണവ നിലയങ്ങളിലെ വൈദ്യുതി ഉൽപാദനം 8.78 ജിഗാവാട്ടിൽ നിന്ന് 2047 100 ജിഗാവാട്ടായി ഉയർത്താനുള്ള പദ്ധതിക്ക് ഉതകും. നിലവിൽ ആണവോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതി 3% മാത്രം. കൽക്കരിയിൽ നിന്നുള്ള വൈദ്യുതിയാണ് കൂടുതൽ. 2070 കാർബൺ രഹിതമാകണമെന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കാൻ ആണവ ഊർജ്ജത്തിലേക്ക് മാറുകയാണ് ഇന്ത്യ. നേമം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളുടെയും സ്റ്റേഷന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. നേമം റെയിൽവേ സ്റ്റേഷനിൽ പുതിയ പ്ലാറ്റ്ഫോമുകളുടെയും സ്റ്റേഷൻ കെട്ടിടത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. ഇപ്പോഴുള്ള ടിക്കറ്റ് കൗണ്ടറിന് പുറകിലാണ് പുതിയ 1-2 പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. ഇത് വരുന്നതോടെ ഇപ്പോൾ ട്രെയിൻ നിർത്തുന്ന പ്ലാറ്റ്ഫോമുകൾ 3-4 പ്ലാറ്റ്ഫോമുകളായി മാറും. എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് അടിപ്പാതയും വരുന്നുണ്ട്. സ്റ്റേഷൻ കവാടത്തിൽ നിന്ന് അടിയിലൂടെ ഓരോ പ്ലാറ്റ്ഫോമിലേക്കും എത്താം. പുതിയ 1-2 പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ അടിപ്പാത നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സ്കൂളിന് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അധ്യാപകർക്കും ശമ്പളമില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സ്കൂളുകളിൽ തസ്തിക നിർണ്ണയം നടത്തേണ്ടെന്നും ജൂലൈ 15 മുതൽ അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും ശമ്പളം നൽകേണ്ടെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സംസ്ഥാന എയ്ഡഡ് സർക്കാർ സ്കൂളുകൾക്ക് ഇത് ബാധകമാണ്. 2 മാസത്തേക്ക് കാലാവധി നിശ്ചയിച്ച് നൽകിയ താൽക്കാലിക സർട്ടിഫിക്കറ്റ് മാത്രമാണ് സംസ്ഥാനത്തെ ചില സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ ഉത്തരവ്. സോളാർ വൈദ്യുതി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികം. ഡെപ്പോസിറ്റ് അടച്ചവർക്ക് തുക തിരികെ നൽകുകയോ അടുത്ത ബില്ലിൽ കുറയ്ക്കുകയോ ചെയ്യുമെന്നും KCB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷണർ ജൂൺ 29 നൽകിയ നിർദ്ദേശപ്രകാരം സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബിൽ ചെയ്ത ശരാശരി പ്രതിമാസ ഉപയോഗത്തിൽ ആനുപാതികമായി കണക്കാക്കുമെന്ന് KCB അറിയിച്ചു. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സഡ് ചാർജ് നിശ്ചയിക്കാൻ ആകെ പ്രതിമാസ വൈദ്യുതി ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. കൗതുക വാർത്തകൾ. കേരളത്തിലെ 3.62 കോടി ജനങ്ങളുടെ പ്രതിനിധിയായി അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക്. ഒറ്റപ്പാലത്ത് വേരുകളുള്ള മലയാളി ഓർബിറ്റിൽ കയ്യൊപ്പ് ചാർത്തുന്നു. അനിൽ മേനോന്റെ യാത്ര ചൊവ്വാഴ്ച. 2 തവണ ഭൂമിയെ വലം വെച്ച ശേഷം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് മുകളിലുള്ള പ്രിച്ചൽ മൊഡ്യൂളിൽ എത്തുന്ന പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കും. ബഹിരാകാശ നിലയത്തിൽ വാസം 8 മാസം. മടക്കം 2027 ഏപ്രിലിൽ. അനിൽ മേനോന്റെ ആദ്യ ബഹിരാകാശ യാത്ര. ഒപ്പമുള്ളവർക്ക് 2ാം തവണ. ബഹിരാകാശത്ത് അതിവേഗ കമ്പ്യൂട്ടറുകൾക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളെക്കുറിച്ച് പഠനം ലക്ഷ്യം. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും നടത്തും. വിക്ഷേപണത്തിന്റെയും ഡോക്കിങ്ങിന്റെയും തത്സമയ സംപ്രേഷണം NASA പ്ലസിൽ. ലോകകപ്പ് ഫൈനൽ ടിക്കറ്റുകൾ വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ച് ഫിഫ. ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് വീണ്ടും ടിക്കറ്റുകൾ ലഭ്യമാക്കി ഫിഫ. നേരത്തെ ടിക്കറ്റ് വിൽപ്പനയ്ക്കുള്ള ഫിഫയുടെ വെബ്സൈറ്റിൽ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയതായി കാണിച്ചിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ 1178 2ാം കാറ്റഗറി ടിക്കറ്റുകൾ 5 സെക്ഷനുകളിലായി വെബ്സൈറ്റിൽ ലഭ്യമാണ്. 7 ലക്ഷത്തിലധികം രൂപയാണ് ടിക്കറ്റ് വില. 68 1ാം കാറ്റഗറി ടിക്കറ്റുകളും ലോഞ്ച് സെക്ഷനിലെ ടിക്കറ്റുകളും ലഭ്യമാണ്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഛർദിൽ അഥവാ വോമിറ്റിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഛർദിൽ എന്നത് വളരെ സാധാരണമായ ഉദര ലക്ഷണമാണ്. ഛർദിൽ വളരെ നിസ്സാരമായ കാരണമായ ദഹനക്കേട്, വയറിന് പിടിക്കാത്ത ഭക്ഷണം കഴിക്കൽ, ഇതിനൊക്കെ വരാം. തുടങ്ങി വളരെ ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണമായും ഛർദിൽ വരാം. അപ്പോൾ ഒരാളിന് ഛർദിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അപകടകരമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരാൾ ഒരു ദിവസം 1-2 പ്രാവശ്യം ഛർദിക്കുകയും ആ സമയത്ത് വയറിനൊരു അസ്വസ്ഥതയുണ്ട്, അത് കഴിയുമ്പോൾ അത് പൂർണ്ണമായും മാറുകയാണെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല. എന്നാൽ നീണ്ടു നിൽക്കുന്ന ഛർദിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. ഇനി ഛർദിലിനോടൊപ്പം വയറ് വീർക്കുക, ഒരു പ്രത്യേക ഭാഗത്ത് വയറുവേദന വരിക, പനി വരിക തുടങ്ങിയവ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ അത് ഗൗരവമായിട്ട് എടുക്കണം. ഇനി
ഒരു കാരണവുമില്ലാതെ വളരെ ശക്തമായി മുന്നിലേക്ക് തെറിച്ചു വീഴുന്ന രീതിയിൽ ഛർദിലുണ്ടാവുക, അതായത് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ്. തലച്ചോറിനുള്ളിലെ വലിയ ട്യൂമറുകൾ പോലും തലച്ചോറിൽ പ്രഷർ കൂടി ഛർദിലായിട്ടാണ് പലപ്പോഴും പ്രസന്റ് ചെയ്യുക. ഇനി ഛർദിലിന്റെ കണ്ടന്റ് അഥവാ ഛർദിക്കുന്ന പദാർത്ഥം എന്താണെന്നുള്ളതും പ്രാധാന്യം അർഹിക്കുന്നു. ഛർദിക്കുന്നതിൽ ധാരാളം മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമുണ്ട് എങ്കിൽ അത് കുടലിലെ തടസ്സത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് പിത്തരസം താഴോട്ട് പോകാതെ പിത്തരസം കുടലിലോട്ട് കയറുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും അത് പിത്തരസത്തിനെ പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നു എന്നും ആണ് ആ ഛർദിൽ അർത്ഥമാക്കുന്നത്. ഇനി കുറേ പ്രാവശ്യം ഛർദിക്കുകയും അതിനുശേഷം രക്തം വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ രക്തം ഛർദിക്കുന്നത് മാലറി വി സിൻഡ്രോം എന്നറിയപ്പെടുന്നു. ആ രക്തം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നനാളത്തിന്റെ താഴെ ഭാഗത്ത് നീളത്തിലുള്ള മുറിവ് ഛർദിൽ കാരണം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. ഇനി അല്ലാതെ ഛർദിലിൽ രക്തം കലരുന്നത് കൂടുതൽ ഗൗരവം അർഹിക്കും. അപ്പോൾ ഓർക്കുക, ഛർദിൽ എന്നത് ഒരു ലക്ഷണം മാത്രമാണ്. അത് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, വളരെ ഗൗരവമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ ചെറിയ രീതിയിൽ ഛർദിലുണ്ടായി അങ്ങ് പൂർണ്ണമായി മാറുകയാണെങ്കിൽ നമുക്ക് ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ഛർദിലുകളെല്ലാം ഗൗരവത്തോടെ വേണം നമ്മൾ അതിനെ സമീപിക്കുവാനും വൈദ്യചികിത്സ താമസം വിന തേടുവാനും ഉള്ളത്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കേൾക്കുന്നതുവരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ. സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അവിനാഷ് കൃഷ്ണൻ രാവിലെ 10 മുതൽ 1 വരെ, വൈകിട്ട് 3 മുതൽ 5 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9072442098 അല്ലെങ്കിൽ 047122019898. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം ലിവർ അഥവാ കരളിനെ അസുഖമുണ്ടായി, അതായത് മദ്യപാന കരൾ രോഗമുണ്ടായി ഒരു രോഗി വളരെ അമിതമായി രക്തം ഛർദ്ദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കുക.